അൽഹംദുലില്ലാ. ഹസന ഉംറ സംഘം നിലവിലുള്ളത് പരിശുദ്ധമായ മദീനയുടെ പരിസരങ്ങൾ പരിചയപ്പെടുന്ന സെക്ഷനിലാണുള്ളത്. ഇത് നമ്മൾ റമദാന്റെ മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോകളാണ് കേട്ടോ. ഏതായാലും നമ്മളെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും എല്ലാവരും കൂടെ പരിശുദ്ധ മദീനയുടെ ചുറ്റുഭാഗങ്ങൾ, മസ്ജിദുൻ നബവിയുടെ ചുറ്റുഭാഗങ്ങൾ പരിചയപ്പെടാമെന്നുള്ള ഉദ്ദേശത്തിൽ യാത്ര തുടങ്ങി. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയുടെ ഹുജറത്തു ഷരീഫ് പരിചയപ്പെടണം. എന്താണ് ഹുജറത്തു ഷരീഫിലെ ഓരോരോ കാര്യങ്ങളും, പരിശുദ്ധ മദീനയിൽ എത്ര മിനാരങ്ങളുണ്ട് മദീനത്തെ മസ്ജിദ് നബവിക്ക്, ഓരോ മിനാരങ്ങളുടെ പ്രത്യേകത എന്ത്, മിനാരത്ത് റഈസിയ എന്നാൽ എന്ത്, ഹുജറത്തു ഷരീഫിൻ്റെ മുകളിലെ പച്ചക്കുബ്ബ, ആ പച്ചക്കുബ്ബക്ക് അടുത്തുള്ള സിൽവർ കുബ്ബകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഇടതുവശത്തുള്ള പച്ച കളറുള്ള കുബ്ബ, ആ ഒരു മിനാരം എന്താണ് അതിൻ്റെ പ്രത്യേകത, അങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളും വ്യക്തമായി വിശദമായി മനസ്സിലാക്കി അവിടെ ഇരുന്ന് എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം എന്തൊക്കെയാണ് ആ പറഞ്ഞത് എന്നുള്ളതെല്ലാം കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ തന്നെ ഉള്ള വീഡിയോകൾ കണ്ടാലും മതി. അതിനുശേഷം നമ്മൾ പ്രിയപ്പെട്ട ഉമ്മമാരെല്ലാവരും പരിശുദ്ധ റൗളയിലേക്കുള്ള ക്യൂ നിൽക്കുകയാണ്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഹസന ഉംറ സർവീസിൻ്റെ 20ാമത്തെ ബാച്ചാണ് ഈ ബാച്ച്. ഇതുവരെയുള്ള എല്ലാ ബാച്ചുകൾക്കും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് റൗള മുടങ്ങിയില്ല എന്നുള്ളത് വലിയൊരു സന്തോഷം തന്നെയാണ്. അങ്ങനെ റൗളയിലേക്ക് കയറുന്ന ഒരു മനോഹരമായ രംഗമാണ് കാണുന്നത്. കണ്ടില്ലേ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റൗള എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാ ബൈന ബൈത്തി വമിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുപ്പാപ്പ പറഞ്ഞ പവിത്രമായ സ്ഥലത്തേക്ക് സഹോദരിമാരെ റൗളയിലേക്ക് കയറ്റിവിട്ടു. പ്രിയപ്പെട്ട ഉപ്പമാരെ ഞങ്ങൾ എല്ലാവരും കൂടെ ഹബീബായ തങ്ങളുപ്പാപ്പയോട് സലാം പറയാൻ വേണ്ടി പോവുകയാണ്. മദീനത്ത് വന്ന് ആദ്യത്തെ ദിവസം തന്നെയായിരുന്നു സ്ത്രീകൾക്കുള്ള റൗള ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അവർ റൗളയിലേക്ക് കയറി പ്രിയപ്പെട്ട ഉപ്പമാരെല്ലാവരും കൂടെ പരിശുദ്ധമാക്കപ്പെട്ട ഹബീബിൻ്റെ ഹുജറത്തു ഷരീഫിൻ്റെ അടുത്തേക്ക് പോകുന്ന മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. അൽഹംദുലില്ലാ, എത്രമാത്രം സന്തോഷകരം, എത്രമാത്രം ആനന്ദകരം, മനസ്സിന് വല്ലാത്ത കുളിർമയേകുന്ന ഒരു കാഴ്ചകളായതെല്ലാം. ഇവിടെയാണ് മാ ബൈന ബൈത്തി വമിംബരി എന്ന് പറയുന്ന ആ ഒരു മിമ്പറും എല്ലാം ഉള്ളത് ഇവിടെയാണ്. ഇവിടെ തന്നെ എഴുതിച്ചിട്ടുണ്ട് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയുടെ ഹദീസ് അവിടെ തന്നെ വൃത്തിയായി എഴുതിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയുടെ സലാം പറയുന്ന സ്ഥലം. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഹഫ്സ ബീവിയുടെ വീടുണ്ടായിരുന്ന സ്ഥലം എന്ന് പറയപ്പെടുന്നതാണല്ലേ. അവ ജനൽ അടക്കപ്പെടാതെ വെച്ചിരുന്നതായിരുന്നു. അവിടെ ഒന്നും വിശദമായി കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും അല്പം ദൂരെയായിരുന്നു ഞങ്ങൾക്ക് പോവേണ്ട സ്ഥലം. അതുകൊണ്ട് ഞങ്ങൾ വിട്ടു നടക്കാനേ കഴിഞ്ഞുള്ളൂ, തിരക്കുകൾ കാരണം. ഹബീബായ തങ്ങളുപ്പാപ്പയോട്, സുദ്ദീഖ് തങ്ങളുപ്പാപ്പയോട്, ഉമർ തങ്ങളുപ്പാപ്പയോടൊക്കെ സലാം പറഞ്ഞു. അവിടെ നിന്ന് സന്തോഷത്തോടെ ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി. നല്ല വെയിലുണ്ടായിരുന്നു. ഏതായാലും അതിനുശേഷം പ്രിയപ്പെട്ട ഉമ്മമാരെല്ലാവരും കൂടെ വന്നു. എല്ലാവരും പരിശുദ്ധ റൗളയിലെല്ലാം കയറി. അതിനുശേഷം അവിടെ എല്ലാവരും കണ്ടു. വളരെ റാഹത്തായി സന്തോഷത്തോടെ അവരൊക്കെ വന്നു. അങ്ങനെ ഇനി ഞങ്ങൾ പരിശുദ്ധമായ മദീനത്തെ പള്ളിയുടെ മറ്റോരോ ഭാഗങ്ങളും പരിചയപ്പെടുകയാണ്. അതിനിടയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർക്ക് റൗളക്ക് അവസരം ലഭിച്ചു. അങ്ങനെ ആ റൗളക്ക് വേണ്ടി എല്ലാവരും പോവുകയാണ്. പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും പോകുന്നത് ഒരേ വഴിയാണ്. എല്ലാവരും ബാബു നിസാ വഴിയാണ് കയറി പോകാറുള്ളത്. ഈ ബാബു നിസായിലൂടെയായിരുന്നു ഹബീബായ തങ്ങളുപ്പാപ്പയുടെ കാലത്ത് സ്ത്രീകളെല്ലാവരും ഓരോ വിഷമങ്ങൾ പറയാൻ വേണ്ടി ഇവിടെ വന്നിരുന്ന സ്ഥലം. ഇവിടെ നിന്ന് കൊണ്ടായിരുന്നു അത്രേ ഓരോ വിഷമങ്ങളും മുത്തായ തങ്ങളുപ്പാപ്പയോട് പറഞ്ഞിരുന്നത് ആയിഷ ഉമ്മ മുഖേന. ആ ബാബു നിസാ ആണിത്. ബാബു നിസാ കയറിയ ഉടനെ സുഫത്തിന്റെ അഹ്ലുകാർ ദർസർത്തിയ ഒരു മനോഹരമായ സ്ഥലം കാണാം. ഈ കാണുന്ന കെട്ടിനകത്തായിരുന്നു സുഫത്തിന്റെ അഹ്ലുകാർ ദർസ് നടത്തിയിരുന്ന സ്ഥലം. എത്രമാത്രം പവിത്രതയുള്ളതാണ് പ്രിയമുള്ളവർ, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. പരിശുദ്ധ റൗളയിലേക്ക് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റൗളയുടെ ഇടതുവശം മാക്സിമം ലഭിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം ഇടതുവശത്തിന് പുണ്യം അല്പം കൂടുതലാണ്. അതായത് ഹബീബായ തങ്ങളുപ്പാപ്പയുടെ ആ ഒരു ജനാസ കിടക്കുന്ന സ്ഥലം, വീട് അതടുത്താണല്ലോ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, പരിശുദ്ധമായ റൗളയിൽ എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ നിസ്കരിക്കാൻ വേണ്ടി നിന്ന സമയത്ത് തന്നെ ഇവിടെ റൗളയുടെ അകത്തും അല്ലാത്തപ്പോഴൊക്കെ എല്ലായിടത്തും ആളുകൾ ഇരുന്നിട്ടുണ്ട്. കാരണം റൗളയുടെ സൗകര്യാർത്ഥം റൗള അല്പം വീതി കൂട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഫില്ലറിൽ കാണുന്ന ഫ്ലവർ ഉണ്ടല്ലോ, ഈ ഫ്ലവറിൻ്റെ അങ്ങോട്ടാണ് പരിശുദ്ധമായ റൗള അസുലി എന്നും പറയപ്പെടാറുണ്ട്. ഏതായാലും ഈ ഇടതുവശം കാണുന്നതാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാപ്പയുടെ ദർബാറും എല്ലാം. അങ്ങനെ ഏകദേശം എല്ലാവരും പോയി കഴിഞ്ഞു.
ഞങ്ങൾ ബാക്കിയുള്ളവരെ എണ്ണപ്പെട്ടവരുണ്ട്. ചിലരൊക്കെ നിസ്കാരം നിർത്താതെ നിസ്കരിക്കുന്നതുകൊണ്ട് അവിടുന്ന് പോരാതെ ഇങ്ങനെ അവിടെ നിൽക്കും. അങ്ങനെ അവരൊക്കെ അവിടെ ഉണ്ടായിരുന്ന മുത്തവ്വകൾ അല്ലെങ്കിൽ അവിടുത്തെ ഡ്യൂട്ടിക്കാരെല്ലാവരും പുറത്താക്കുകയാണ്. കാരണം അടുത്ത ബാച്ച് വരുമ്പോഴേക്കും ഈ ബാച്ച് എല്ലാവരും പോയി കഴിയണം എന്നുള്ളത് കൊണ്ട് തന്നെ. ഏതായാലും അങ്ങനെ പോയി കഴിഞ്ഞു. ഏകദേശം പരിശുദ്ധമായ റൗളയെ ഇങ്ങനെ കാണാൻ എന്നുള്ള വലിയ സന്തോഷം. കാരണം സാധാരണ നമ്മളെല്ലാവരും കയറുമ്പോൾ പരിശുദ്ധ റൗള മുഴുവനും ആളുകൾ തിരക്ക് കാരണം വിശാലമായി കാണാൻ കഴിയില്ല. കണ്ടില്ലേ, ഇതാണ് മാ ബൈന ബൈത്തി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന ശഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്ഥലം. ഇത് മുഴുവനും ഇല്ലട്ടോ, ആ പൂവുകൾ കാണുന്ന ഫില്ലറിന്റെ അങ്ങോട്ടാണ് എന്നും പറയപ്പെടാറുണ്ട്. ഏതായാലും ഈ കാണുന്ന ഏരിയയാണ് പവിത്രമായ ഒരു ഇടം. ശുദ്ധ റൗള എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞങ്ങൾ പോയത് പരിശുദ്ധമായ മദീനയെ പരിസരത്തുള്ള പള്ളികൾ, മസ്ജിദുൽ ബിലാൽ, മസ്ജിദ് അബൂബക്കറിനെ സുദ്ദീഖ്, അതുപോലെ മസ്ജിദുൽ ഖമാമ, ഈ കാണുന്ന മസ്ജിദുൽ ഖമാമയാണ്. അങ്ങനെ ഓരോരോ പള്ളികളും പരിചയപ്പെടുന്ന കാര്യത്തിലായിരുന്നു. എന്തൊക്കെയായിരുന്നു ഇവിടെ പൂർവീയ കാലങ്ങളിലെ സംഭവങ്ങൾ എല്ലാം വ്യക്തമായും വിശദമായും മനസ്സിലാക്കി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ചരിത്രങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും അവർ കാണിക്കുന്ന ആ ഒരു താല്പര്യം, അത് കാണുമ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് നമുക്കും അവിടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുമെല്ലാം. മസ്ജിദ് അബൂബക്കറിന്റെ സിദ്ദീഖാണ് നമ്മൾ പിന്നിൽ കാണുന്ന പള്ളി. മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ അവിടെ താമസിച്ചിരുന്നു എന്നും അവരൊക്കെ അവിടെ പെരുന്നാൾ നിസ്കരിച്ചതായിരുന്നു എന്നൊക്കെ പറയപ്പെടാറുണ്ട്. ഏതായാലും അവിടുത്തെ ഓരോരോ വിഷയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതിനുശേഷം ഒമാമ, ഈ കാണുന്ന മസ്ജിദ് ഒമാമ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ മഴയ്ക്ക് വേണ്ടി തേടി നിസ്കരിച്ചിരുന്ന സ്ഥലമായിരുന്നു മസ്ജിദ് ഒമാമ. അത് കാരണം മസ്ജിദ് അബൂബക്കർ, മസ്ജിദ് ഒമാമ. ഇനി പോകുന്ന മസ്ജിദ് അലി എന്നുള്ളത് അലിയാർ തങ്ങൾ പാപ്പ പെരുന്നാൾ നിസ്കരിച്ചിരുന്നു എന്നും ചിലയിടങ്ങളിൽ പറയുന്നതായി കാണാം. അലിയാർ തങ്ങൾ പാപ്പയുടെ വീടുണ്ടായിരുന്ന സ്ഥലമാണ് എന്നൊക്കെ. ഏതായാലും അങ്ങനെയുള്ള ആ മസ്ജിദ് അലിയും കൂടെ കണ്ടു ഞങ്ങൾ യാത്ര തുടർന്നു. ശേഷം ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയുടെ ദർബാറിന്റെ ഫ്രണ്ടിലേക്ക് പ്രിയപ്പെട്ട ഉമ്മമാർക്ക് വരാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ദർബാറിന്റെ ഫ്രണ്ടുകളും എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി അവിടെ പരിശുദ്ധ മസ്ജിദ് നബവിയുടെ ചാരെ വലിയ ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വിശദീകരിച്ചു കൊടുക്കുകയാണ് എന്തെല്ലാം കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി. മാത്രമല്ല എങ്ങനെയാണ് ഹബീബായ തങ്ങളുപ്പാപ്പയുടെ ദർബാർ ഇവിടെ വന്നത്. ഹബീബായ തങ്ങളുപ്പാപ്പ വഫാത്തായ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയുടെ ദർബാർ മസ്ജിദുൽ ഖുബായിൽ അവിടെ കബറടക്കം ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പറഞ്ഞിരുന്നു. ചിലർ പറഞ്ഞു ജന്നത്തുൽ ബഖീയിൽ കബറടക്കം ചെയ്യാം. എന്നിട്ട് എങ്ങനെയാണ് ഹബീബായ തങ്ങളുടെ ദർബാർ ഇവിടെ എത്തിയത് എന്നുള്ളതും, അതുപോലെ തന്നെ അബൂബക്കറിനെ സിദ്ദീഖ് തങ്ങളുപ്പാപ്പ എങ്ങനെ ഇവിടെ എത്തി, അതുപോലെ തന്നെ ഉമർ തങ്ങളുപ്പാപ്പ എങ്ങനെ ഇവിടെ എത്തി, ഇതെല്ലാം വിശദമാക്കുന്ന ഒരു ചരിത്ര പഠന ക്ലാസ് ആയിരുന്നു. അതുപോലെ തന്നെ ഖാദി അബൂ ഷുജാ എന്നുള്ളവർ ഹബീബായ തങ്ങളുപ്പാപ്പയുടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട റൗളക്ക് ഒരു സമയത്ത് ചെറിയ കേടുപാട് സംഭവിച്ചപ്പോൾ മഹാനവർ എങ്ങനെയാണ് ഇതിനെ രണ്ടാമത് തയ്യാറാക്കിയത്, എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടായിരുന്നു, സൂക്ഷ്മതയോടെയായിരുന്നു എന്നെല്ലാം ഓരോ സംഭവങ്ങളും വിശദീകരിച്ചു കൊടുത്തു. കൂട്ടത്തിൽ ഹബീബിനോട് സലാം പറയുമ്പോൾ മുത്തായ തങ്ങളുപ്പാപ്പയോടും സിദ്ദീഖ് തങ്ങളുപ്പാപ്പയോടും കൂടെ സലാം പറയാൻ മറക്കരുത് എന്നുള്ള വിഷയങ്ങളെല്ലാം വ്യക്തമാക്കി ഓരോന്നോരോന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് വീണ്ടും നടന്ന് നീങ്ങി. അതിനുശേഷം ഞങ്ങൾ നടന്നു നീങ്ങിയത് മസ്ജിദുൽ ബുഖാരി ഇമാം ബുഖാരി ഗ്രന്ഥം പൂർത്തീകരിച്ച പള്ളി കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പ്രിയമുള്ള ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകൾക്കെല്ലാം നമ്മുടെ വീഡിയോകൾ അയച്ചു കൊടുക്കണേ. ഇൻഷാ അല്ലാഹ് മുഹറം ബാച്ചിലേക്കുള്ള ബുക്കിംഗ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു 10-15 പേർക്കും കൂടെ അവസരമുണ്ട്. ഇതുപോലെ മക്കയിലെയും മദീനയിലെയും ചരിത്രങ്ങൾ ഓരോ മുക്കുമൂലകളും പോയി അറിഞ്ഞുകൊണ്ട് 8 ഉംറകൾ ഓരോ ബാച്ചിലും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരിശുദ്ധ ഉംറയെ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.